വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഗ്നെ പിടികൂടാനുള്ള ദൗത്യം 150 മണിക്കൂറിലേക്ക്. കേരള കർണാടക സംയുക്ത ദൗത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആനയ്ക്കായുള്ള തെരച്ചിൽ രാവിലെ മുതൽ ആരംഭിച്ചു. സംഘത്തിൽ വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയും ഉൾപ്പെടുന്നു. തിരുനെല്ലി പഞ്ചായത്തിലെ പനവല്ലി എമ്മാടി മേഖലയിലാണ് ബേലൂർ മഗ്ന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബാവലി, പടമരം ഇരുമ്പുപാലം, മണ്ണുണ്ടി കോളനി, മാനിവയൽ, കാളിക്കൊല്ലി തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു ആന. ആനയെ പിടികൂടാൻ കഴിഞ്ഞ 6 ദിവസമായി നടക്കുന്ന ശ്രമം വിഫലമായതിനെ തുടർന്ന് ദൗത്യസംഘത്തിലേക്ക് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബേഗൂർ ഫോറസ്റ്റ് ഓഫീസിൽ അവലോകന യോഗം നടത്തിയ ശേഷം ദൗത്യസംഘം വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. കർണാടക ബന്ദിപ്പൂർ ഫോറസ്റ്റ് കൺസർവേറ്ററുടെ നേതൃത്വത്തിലുള്ള 20 അംഗ സംഘവും ദൗത്യത്തിൽ പങ്കുചേരുന്നുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു മാനന്തവാടി പടമലയിൽ കർഷകനായ അജീഷിനെ കാട്ടാന ചവിട്ടിക്കൊന്നത്. അന്നുതന്നെ ആനയെ പിടികൂടാനുള്ള ഉത്തരവ് വനം വകുപ്പ് പുറത്തിറക്കിയിരുന്നു. എന്നാൽ സാഹചര്യം പ്രതികൂലമായിരുന്നു. പലപ്പോഴും ഇടതൂർന്ന കുറ്റിച്ചെടികൾക്കും വലിയ മരങ്ങൾക്കുമിടയിൽ ആന മറഞ്ഞു. അതുപോലെ ബേലൂർ മഗ്നയ്ക്കൊപ്പം മറ്റൊരു മോഴയാന ചെങ്ങാത്തം കൂടിയതും ദൗത്യത്തിന് വെല്ലുവിളിയായി. ആനയെ പിടികൂടാനുള്ള ദൗത്യം നീണ്ടുപോകുന്നത് പ്രദേശവാസികളിൽ വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ജനം, വയനാട്.